വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഈ വ്ളോഗിലുള്ളത്. അപ്പം വൈകുന്നേരം ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു വർക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ അപ്പുറത്തെ വീട്ടിൽ, അതായത് മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ നിന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ ഈ കഥ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഒരു ഏഷഭാഗം ഏഷാസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇന്ന് ചപ്പാത്തി ഞണ്ട് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ചപ്പാത്തി ഒന്ന് കുഴച്ച് റെഡിയാക്കുകയാണ്. പരത്തുന്നോറും ഇപ്പുറത്തുനിന്ന്, അതായത് ചപ്പാത്തി പരത്തുന്നോറും ഇപ്പുറത്തുനിന്ന് ഉമ്മ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ഉമ്മ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഈ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചുടാൻ തുടങ്ങി. അങ്ങനെ ചുട്ട് കഴിഞ്ഞ് കുറച്ച് മാത്രമേ ചുടാൻ ബാക്കിയുണ്ടായിട്ടുള്ളൂ. പിന്നെ അതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പരത്തിയ ആ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. കറി റെഡിയാകുന്ന സമയത്ത് അപ്പുറത്ത് തന്നെ ചൂടുവെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. വെറുതെ അല്ല, ചൂടുവെള്ളത്തിൽ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം പുറത്ത് പോയിട്ട് ഇരുന്നു കേട്ടോ. ഇന്ന് നല്ല നിലാവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്ത് ഇന്ന് നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോൾ ഇരിക്കുമ്പോൾ ഒരു ഇരുട്ടൊക്കെ ഉണ്ടാവുക. ഇന്ന് ഇരുട്ടൊന്നുമില്ല, നല്ല നിലാവെളിച്ചൊക്കെ ഉണ്ട്. ഈ സമയത്താണ് എൻ്റെ എഡിറ്റിങ്, ബാക്കി വീഡിയോസ് കാണുക, പിന്നെ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാനുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഈ സമയത്താണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡ് വന്നതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ കേട്ടോ. പിന്നെ അതിന് ശേഷം ജേണൽ ചെയ്യുക കേട്ടോ. ജേണൽ, ഡയറി എഴുതുക, പ്ലാൻ ചെയ്യുക, ഇതൊക്കെയാണ് ഇനി ചെയ്യുന്നത്. അപ്പം ജേണലൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കിടന്നുറങ്ങും. എന്താണ് ജേണൽ അല്ലെങ്കിൽ ജേണലിങ് എന്താണ്, എന്തൊക്കെ ജേണലിങ് ഉണ്ട്,
അതേപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ എന്തൊക്കെ ജേർണലുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അതേപോലെ നിങ്ങൾക്കൊരു മികച്ച വ്യക്തിയാവണം, ബെറ്റർ പേഴ്സൺ ആവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സെൽഫിൽ ഇമ്പ്രൂവ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സെൽഫ് ഗ്രോത്ത് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലൈഫിൽ ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗോൾസിൽ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മികച്ച വ്യക്തിയായിട്ട് മാറണം അല്ലേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് എന്നുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ലൈഫിൽ സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ബെറ്റർ യു എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഒരു വർഷത്തെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ്സും ബാക്കിയുള്ള ദിവസങ്ങളിൽ ചാലഞ്ചും ടാസ്കും കാര്യങ്ങളൊക്കെ തന്നിട്ട് നിങ്ങളൊരു മികച്ച വ്യക്തിയായിട്ട് എടുക്കാൻ കേട്ടോ, ഒരു വർഷം കൊണ്ട്. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലായിക്കാട്ടോ. ഇതിന് വെറും 50 രൂപ മാത്രം മതി കേട്ടോ. 50 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഒരു വർഷത്തെ ട്രെയിനിങ് ആണ് കിട്ടുന്നത്. നിങ്ങളെ മികച്ചതാക്കാനുള്ള, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പൈസ കൊണ്ട് വാങ്ങുന്നുണ്ട്, നേടുന്നുണ്ട് അല്ലേ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 50 രൂപയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ 21 ദിവസത്തെ ഫ്രീ സെൽഫ് ലവ് വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. എന്താണ് സെൽഫ് ലവ്? നമ്മുടെ ലൈഫിൽ നമുക്ക് വെള്ളം പോലെ, വായു പോലെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രതിസന്ധിയെ നിങ്ങൾക്ക് നേരിടാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടാവണം. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് എന്ത് വേണം, സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനും ഏതൊരു പ്രശ്നത്തെ നിങ്ങൾക്ക് നേരിടാനും പറ്റുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.